Hi guys, welcome back. It's me Aisha. അപ്പോൾ നമ്മുടെ സോഷ്യൽ എക്സാമിന് ഇനി no days left അല്ലേ, ഇനി കുറഞ്ഞ സമയം കൂടെ നമുക്ക് ബാക്കിയുള്ളൂ. So let's discuss some case based question. ഹിസ്റ്ററിയിൽ വണ്ണ്, ജോഗ്രഫിയിൽ നിന്ന് വണ്ണ്, ഒരു പൊളിറ്റിക്സ് എന്ന് വണ്ണ്, എക്കണോമിക്സ് എന്ന് വണ്ണെന്നാണ് എടുത്തത്. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണം എന്നില്ല, ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us to പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബിഫോർ മൂവിങ് ടു ദ സെഷൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം എങ്ങനെയാണ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീഡ് ദ കേസ്. ഓക്കെ, ആദ്യം തന്നെ ഒരൊറ്റ വായിക്കൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഇഫ് നോട്ട് പോസിബിൾ ആദ്യം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കുക. സെക്കൻഡ് നിങ്ങൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിലുള്ള കീവേഡ്സ് ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ ലെറ്റ്സ് സേ അൺഎംപ്ലോയ്മെൻറ്റ്, ഫിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ നിങ്ങൾ പ്രൈമറി, സെക്കൻഡറി അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് പെൻസിലിനോട് എഴുതിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് ഏത് ചാപ്റ്റർ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചാപ്റ്റർ, ഏത് ചാപ്റ്റർ ആണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഏത് ചാപ്റ്ററിനാണെന്നുള്ളത് നമുക്ക് ആ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമുക്ക് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിലുള്ള ഒരു പാരഗ്രാഫ്, ഒരു ഇൻസിഡൻ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഏത് ചാപ്റ്ററാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആ ചാപ്റ്ററിലുള്ള കോണ്ടൻറ്റ് എന്താണെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളെ തലയിൽ വരികയും അതൊന്ന് നമുക്കത് പിക്ചറൈസ് ചെയ്യാനും നമുക്ക് പറ്റുന്നതാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കറക്റ്റായിട്ടുള്ള കീവേഡ്സ് ഉപയോഗിക്കുക. അതായത് എന്താ പറയുക, ഇതിലിപ്പോൾ ചിലത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് കാണിക്കാനാണെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് ദ പീപ്പിൾ ദോസ് ഹൂ ഡോണ്ട് ഹാവ് ജോബ് എന്നൊന്നും എഴുതാതെ അത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ആണെന്നുള്ള ആ ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻറ്റ് ബൈ കീവേഡ്സ് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. കാരണം അതായിരിക്കും നമ്മളെ ഇൻവിജിലേറ്റേഴ്സ് നമ്മളെ പേപ്പർ വാല്യൂറ്റേഴ്സ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റിനനുസരിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക. ആൻസർ ടു ദ പോയിൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 1 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ 1 പോയിന്റ് മതി. 2 മാർക്കിനാണെങ്കിൽ 2 പോയിന്റ് മതി. കൂടുതലൊന്നും പാരഗ്രാഫായിട്ട് എഴുതിയിട്ടോ അല്ലെങ്കിൽ മൊത്തം പാരഗ്രാഫ് കോപ്പി ചെയ്തിട്ടോ നമുക്ക് ഒരു എക്സ്ട്രാ മാർക്കും അവിടെ കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് തിങ് ഈസ് പാസേജിൽ തന്നിരിക്കുന്ന ക്ലൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഈ ടീച്ചർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഏത് സെക്ടറിലായിരിക്കും പെടുക, ടേഴ്ഷറി സെക്ടറിലാണ് അല്ലേ. ഇനി നമ്മളിപ്പം ഒരു എക്സാമ്പിളായിട്ട് ഫാമർ ആണെന്ന് പറഞ്ഞാൽ അത് ഏതാണ്, പ്രൈമറി സെക്ടറിലാണ് പെടുക എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി നമ്മളെ തലയിൽ കത്തിരിക്കണം കേട്ടോ. അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കില്ല, പക്ഷേ ഇൻ കേസ് അങ്ങനെയും ചോദിച്ചാലും നമ്മൾ എവിടെയും സ്റ്റക്ക് ആവരുത്. അതുകൊണ്ട് അതുകൂടെ മനസ്സിലാക്കുക. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. റോങ് ആണെങ്കിൽ പോലും നിങ്ങൾ അതൊന്ന് എഴുതുക. ബിക്കോസ് അതിൽ ചെറിയൊരു ആൻസർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടിയേക്കാം. ആൻഡ് ഓൾസോ ടൈം മാനേജ് ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്രോപ്പറായിട്ട് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ആ ഒരു അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് എ ബെറ്റർ വേ. ഇനി അത് പോസിബിൾ അല്ല, നിങ്ങൾക്ക് എത്രയായിട്ടും തലയിൽ കയറുന്നില്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യുക, ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ അതിനെ വായിക്കാൻ പറ്റുമെങ്കിൽ മക്കളെ ഡു ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ തന്നെ പോയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗം സോർട്ട് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് എടുത്താൽ മതി ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അതിൽ കൂടുതൽ എടുക്കേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട. ലോങ് പാരഗ്രാഫ്സ് ഒന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയുന്നതാണ്, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നോ വെറീസ് അബൌട്ട് ദ കോൺസെപ്റ്റ്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങളൊന്ന് സമാധാനത്തിൽ എന്ത് ചെയ്യുക, ഈ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഹറി അല്ലാത്ത സമയത്തൊന്ന് വായിച്ച് ഒറ്റ തവണ തന്നെ അതൊന്ന് സെറ്റാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയിൽ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പോൾ ഫ്രെഡറിക് സോറിയോൺ എന്നെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഏത് ചാപ്റ്ററാണ്. നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് ആണ് അല്ലേ. In 1848, Frederick Soddio, a French artist, prepared a series of 4 prints visualizing his dream of a world made up of democratic and social republic, as he called them. The first print, figure 0.1 ഇവിടെ തന്നിട്ടില്ല. നമുക്ക് ആ ഒരു പിക്ചർ നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ വരണം കേട്ടോ. ദാറ്റ് പിക്ചർ നമ്മളെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഹോൾഡ് ചെയ്യുന്ന, ഇവിടെ കുറേ ആൾക്കാർ മാർച്ച് ചെയ്യുന്നുണ്ട്. സ്കാറ്റേർഡ് പീസസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈങ് ഓൺ ദ ഫ്ലോർ. നമ്മൾ പഠിച്ച കാര്യമല്ലേ, അതൊന്ന് പിക്ചറൈസ് ചെയ്യുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ മേ ബി തന്നിരിക്കും. ഓക്കെ, ഷോസ് ദാറ്റ് പീപ്പിൾ ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക, മെൻ ആൻഡ് വുമൻ ഓഫ് ഓൾ ഏജസ് ആൻഡ് സോഷ്യൽ ക്ലാസസ് മാർച്ചിങ് അലോങ് എ ട്രെയിൻ ആൻഡ് ഓഫറിംഗ് ഹോമേജ് ടു ഇതൊക്കെയാണ് ഞാൻ കീ പോയിന്റ് എന്ന് പറഞ്ഞത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആസ് ദേ പാസ് ഇറ്റ്. ആസ് യു വുഡ് റീകോൾ, ആർട്ടിസ്റ്റ് ഓഫ് ഓൾ ദ ടൈം, ദ ഫ്രഞ്ച് റെവല്യൂഷൻ പേഴ്സണിഫൈഡ് ലിബർട്ടി ആസ് എ ഫീമെയിൽ ഫിഗർ. ഹിയർ യു ക്യാൻ റെക്കഗ്നൈസ് ദ ടോർച്ച് ഓഫ് എൻലൈറ്റ്മെന്റ് ഷീ ബിയേഴ്സ് ഇൻ വൺ ഹാൻഡ് ആൻഡ് അടുത്ത കയ്യിൽ എന്താ, ചാർട്ടർ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ഇൻ ദ അതർ. ഓൺ ദ എർത്ത് ഇൻ ദ ഫോർഗ്രൗണ്ട് ദ
image of the shattered remains of symbols of absolutist institutions. ഇപ്പോൾ ആ പിക്ചർ തലയിലേക്ക് വരുന്നില്ലേ? In Soros' utopian vision, the people of the world are grouped at distinct nations identified through their flags and national costumes. Leading the procession way past the Statue of Liberty are the United States and Switzerland, which by this time were already nation states. France, identifiable by the revolutionary tricolor, has just reached the statue. She is followed by the people of Germany bearing the black, red and gold flag. Interestingly, at the time when Soros created this image, the German peoples did not yet exist as a united nation. Okay, the flag they carry is an expression of liberal hopes in 1848 to unite the numerous German-speaking principalities into a nation state under a democratic constitution. Following the German peoples are the people of Austria, Kingdom of Two Sicilies, Lombardy, Poland, England, Ireland, Hungary and Russia. Okay, അപ്പോൾ പാസേജ് ഏതാണെന്ന് മനസ്സിലായല്ലോ. ഒരൊറ്റ വായിക്കൽ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. Then continuing, from the heavens above, Christ, saints and angels gaze upon the scene. They have been used by the artists to symbolize in the fraternity among the nations of the world. Okay, അപ്പോൾ കോൺസെപ്റ്റ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ഫ്രെഡറിക് സോറിയുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് അല്ലേ. സോ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. വൈ ഈസ് ദ ജർമ്മൻ ഫ്ലാഗ് സിഗ്നിഫിക്കൻറ്റ് ഇൻ സോറിയോസ് പെയിൻറ്റിങ്? ജർമ്മൻ ഫ്ലാഗിനെ കുറിച്ച് നമ്മളിതാ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. Germany bearing the black, red, gold flag. Interestingly, at the time when Sorio created this image, German people did not exist as a united nation. അല്ലേ, എന്താണ് അവർ യുണൈറ്റഡ് ആയിട്ടില്ലായിരുന്നു. The German flag reflects the liberal hopes of 1848 to unite German-speaking regions into a democratic nation state. ആ ഒരു ഹോപ്പിനെയാണ് അല്ലേ കാണിക്കുന്നത്. As Germany was not yet unified, it represents aspirations for unity and democracy. അവരുടെ ഒരു പ്രതീക്ഷയാണ് കാണിക്കുന്നത്. What do the shattered remains of the absolutist symbols represent? താഴെ ചിതറിയിരിക്കുന്ന ഷാറ്റേർഡ് സിംബൽസ് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഡൗൺഫോൾ ഓഫ് ദ മൊനാർക്കീസ് ആൻഡ് അബ്സല്യൂട്ട് റെജിംസ് അല്ലെ, അവരുടെയൊക്കെ ആ ഒരു ഡൗൺഫോളിനെയാണ് സൂചിപ്പിക്കുന്നത്. മേക്കിംഗ് വേ ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എൻവിഷൻ ബൈ സോറിയോസ് ഇൻ ഹിസ് യൂട്ടോപ്പിയൻ വേൾഡ് ഓഫ് ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. വൈ ഡസ് സോറിയോ പേഴ്സണിഫൈ ലിബർട്ടി ആസ് എ ഫീമെയിൽ ഫിഗർ? എന്തുകൊണ്ടാണ് എൻലൈറ്റ്മെൻറ്റ് ഐഡിയാസ്, റിഫ്ലക്റ്റിംഗ് എൻലൈറ്റ്മെൻറ്റ് ഐഡിയാസ്, സിംബലൈസിങ് ഫ്രീഡം, ഡെമോക്രസി, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വിച്ച് ഇസ് കോമൺ ഡ്യൂറിങ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ടോർച്ച് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നോളജ് ആൻഡ് ദ ചാർട്ടർ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ എംഫസൈസ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അസേർഷൻ റീസണിങ് ക്വസ്റ്റിന് ആൻസർ ചെയ്യേണ്ടത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ, given the abundance of renewability of water, it is difficult to imagine that we may suffer from water scarcity. അപ്പോൾ ഇത് ഏത് ചാപ്റ്റർ ആയിരിക്കും? വാട്ടർ റിസോഴ്സസ് എന്ന് പറഞ്ഞ ജോഗ്രഫിയിലെ ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. The moment we speak of water shortages, we immediately associate with regions having low rainfall or those that are drought-prone. We instantaneously visualize the deserts of Rajasthan and women balancing many mud cars, earthen pots used for collecting and storing water and traveling long distance to get water. True, the availability of water resource varies over space and time, mainly due to the variations in seasonal and annual precipitation. But water scarcity is most cases caused by over-exploitation, excessive use and unequal access to water among different social groups. ഇതുകൊണ്ടാണ് വാട്ടർ സ്കാസിറ്റി ഉണ്ടാവുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഹൗ ഡു വുമൺ കളക്ട് വാട്ടർ ഇൻ രാജസ്ഥാൻ? എങ്ങനെയാണ്? നമ്മളിതാ മാർക്ക് ചെയ്തിട്ടുണ്ട്, മഡ്കാസ്, എർത്തൺ പോട്ട്സിലാണ് അല്ലേ. യെസ്, traveling long distance to get water. Why is water scarcity in most areas caused? എന്തുകൊണ്ടാണ്? Variation in seasonal and annual precipitation, but water scarcity in most areas caused by overexploitation, excessive use, unequal access to water among different social groups. ഇതാ നോക്കിയേ, നമ്മൾ മാർക്ക് ചെയ്തില്ലേ? ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. കീ പോയിന്റ്സ് മാർക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഡു യു തിങ്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ക്യാൻ ഹെൽപ്പ് ഇൻ ദ സ്റ്റേറ്റ്? ഗിവ് റീസൺസ് ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് അതൊരു ഹെൽപ്പായിട്ട് മാറുന്നോ? വാട്ടർ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ? യെസ്, ഇറ്റ് ഹെൽപ്സ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്സ് വെയർ കൺവേർട്ടഡ് ഇൻ ടു റെയിൻ ഫെഡ് സ്റ്റോറേജ് സ്ട്രക്ചേഴ്സ്
that allowed the water to stand and moisten the soil like gardens in Jaisalmer and jahats in other parts of Rajasthan. Rooftop rainwater harvesting was commonly practiced to store drinking water, particularly in Rajasthan. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ ആ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച കോൺസെപ്റ്റിലൂടെ ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ട് അവിടെ എഴുതാവുന്നതാണ്. എല്ലാം ഇവിടെ പാസേജിൽ തരണമെന്നില്ല. നമുക്കറിയാം ആ ഒരു ചാപ്റ്ററിൽ എന്താണ് സമപ്പ് ചെയ്യുന്നത്, അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ്, വാട്ടർ സ്കാസിറ്റി എവിടെയാണ് ഫേസ് ചെയ്തത്, ഈ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാം. അപ്പോൾ യു ഹാവ് ടു ആഡ് ദാറ്റ് പോയിന്റ്സ് ടു ഹിയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഇതിനാണ് നമ്മൾ ഏത് ചാപ്റ്റർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് ഞാൻ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സെഷൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നെക്സ്റ്റ് പൊളിറ്റിക്സിൽ ഒരു ചാപ്റ്റർ ആണ്. ബെൽജിയം കണ്ടാൽ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് പവർ ഷെയറിംഗ് ആണ് അല്ലേ. അപ്പോൾ ബെൽജിയം is a small country in Europe, smaller in area than the state of Haryana. It has borders with France, Netherlands, Germany and Luxembourg. It has a population of little over 1 crore, about half the population of Haryana. The ethnic composition of this small country is very complex. Of the country's total population, 59% lives in the Flemish region and speak Dutch language. 40% people live in the Wallonia region and speak French, and remaining 1% of the Belgians speak Germans. In the capital city Brussels, 80% of the people speak French, while 20% Dutch speaking ആണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഒരു എത്തനിക് കമ്പോസിഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ചോദ്യം നോക്കിയേ, എക്സ്പ്ലെയിൻ ദ എത്തനിക് കമ്പോസിഷൻ ഓഫ് ബെൽജിയം. ദാ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി അങ്ങ് എഴുതിയാൽ മതി. എന്തൊക്കെ എഴുതേണ്ടത്? യെസ്, 40% വലോണിയ റീജിയനിലാണ്, 59% ഫ്ലെമിഷ് റീജിയനിലാണ്, 1% ജർമ്മൻ ആണ് സ്പീക്ക് ചെയ്യുന്നത്. ബ്രുസൽസ് ക്യാപിറ്റൽ സിറ്റിയിൽ 80% ഫ്രഞ്ചും ഉണ്ട്, 20% ഡച്ചും ആണുള്ളത്. ഓക്കെ, ഇനി എത്തനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? It is a characteristic related to specific group of people who share common cultural traits such as language ആവട്ടെ, tradition ആവട്ടെ, heritage ആവട്ടെ, and often have a sense of shared identity അല്ലേ. ഒരേ സാധനം ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ആ ഒരു സ്പെസിഫിക് ട്രേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എത്തനിക് എന്ന് പറയുന്നത്. Then how did the Belgian government solve its ethnic problem? എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ അവർ സോൾവ് ചെയ്തത്? ബെൽജിയൻ ഗവൺമെൻറ് അഡ്രസ് ദെയർ എത്തനിക് ഇഷ്യൂസ് ബൈ 20 points. ഫ്ലമിഷ്, വെലോണിയ, ബ്രൂസൽസ് ഗ്രാൻറ്റഡ് ഓട്ടോണമി, ഈക്വൽ റെപ്രസെൻറ്റേഷൻ ടു ഫ്രഞ്ച് ആൻഡ് ഡച്ച് സ്പീക്കേഴ്സ്. ദിസ് ബാലൻസ് പവർ ഷെയറിംഗ് റെഡ്യൂസസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ദ എത്തനിക് ഗ്രൂപ്പ്സ് അല്ലേ. അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്താം? ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഇൻ ബെൽജിയം പോസിബിൾ ആയതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റിയത്? ആ ഒരു എത്തനിക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ കഴിഞ്ഞത്? ബെൽജിയത്തിൽ കഴിഞ്ഞത് ഇൻ ദ കേസ് ഓഫ് ദ ലാംഗ്വേജ് ഡിസ്പാരിറ്റീസ്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് the term labor denotes any physical or mental work done with the object of obtaining consideration. നമ്മുടെ എക്കണോമിക്സിലേതാണ്, സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി ആണ്. Then playing a game is also a physical as well as a mental work, but it is for enjoyment. So it cannot come within the purview of labor. The unorganized sector is known by different terms such as informal sector, residual sector. It is also termed as unregulated sector. This implies that informal workers are beyond any regulation or legislation passed by the government. Hence, their working status is rarely converted by the legal status. The welfare as well as social security benefits available under the country's welfare and social security legislations like Factories Act 1948, Provident Fund Act 1952, Employment State Insurance Act 1948, Maternity Benefits Act 1961, Payment of Gratuity Act 1972, etc. do not reach to this unorganized labor. This sector suffers absence of social security and welfare measures, negations of social standards and worker rights, denied of minimum wages and so on. Furthermore, in recent times, there has been a substantial shift in the structure of the labor force, which can be broadly divided into self-employed and regular and casual workers. It clearly indicates that India's labour market has been undergoing tremendous transformations, including growth of informal activities, deterioration in the quality of employment in terms of job security, terms and conditions at work. Country is currently in a phase of informalization of the formal sector, where the increase in the unemployment in the organized sector has been informal
in nature and there has been a gradual decrease in formal employment in the country. അപ്പോൾ പാസേജ് കണ്ടിട്ട് ടെൻഷൻ ആവണ്ട, നമ്മൾ മാർക്ക് ചെയ്യാൻ പറ്റുന്ന കീവേഡ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിലേക്ക് പോവുക. മെൻഷൻ എനി വൺ ഡ്രോബാക്ക് ഫൗണ്ട് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ. എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്? Unpaid leaves are the more common in unorganized sector because of the informal nature of employment. Lack of job security മറ്റൊരു പ്രശ്നമാണ്. ലിമിറ്റഡ് ബാർഗൈനിങ് പവർ ഓഫ് വർക്കേഴ്സും ഒരു പ്രശ്നമാണ് അല്ലേ. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് എന്താണ്, അൺപെയ്ഡ് ലീവ്സ് ആണ്. അൺഓർഗനൈസ്ഡ് സെക്ടർ ഈസ് ഓൾസോ കോൾഡ് ദ അൺറെഗുലേറ്റഡ് സെക്ടർ. വാട്ട് ഡസ് ഇറ്റ് മീൻ അല്ലേ? പല പേരുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. It has their own rules and regulations, okay, and terms of employment etc. They are not bound with strict government norms. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് regulated അല്ലാത്തൊരു സെക്ടർ എന്ന് നമ്മൾ എന്തിനെ പറയുന്നത്, അൺഓർഗനൈസ്ഡ് സെക്ടറിനെ പറയുന്നത്. According to this study, the country is currently in the phase of informalization of a formal sector. How can this happen? If there is a decrease in informal employment opportunities, workers in the EU may be forced to seek employment in the informal sector where jobs are often less stable and lack benefits. അല്ലേ, ഓപ്പർച്യൂണിറ്റീസ് കുറവാണെങ്കിൽ അവർ അറിയാതെ തന്നെ ഇൻഫോർമൽ സെക്ടറിലേക്ക് പോകേണ്ട അവസ്ഥ വരും. ദിസ് ക്യാൻ റിസൾട്ട് ഇൻ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇൻഫോർമൽ അറേഞ്ച്മെന്റ് ഈവൻ വിത്തിൻ വാട്ട് റിമെയിൻസ് ഓഫ് ദ ഫോർമൽ സെക്ടർ. ഓക്കെ, സോ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ദ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ആ ഒരു ടൈമും ഫാസ്റ്റ് ആക്കാൻ പറ്റും, കീവേഡ്സ് മാർക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോട്ട് ഇറ്റ്, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കേസ് ബേസിന് ഒരു 3-4-5 മിനിറ്റ്സിനുള്ളിൽ തന്നെ മാക്സിമം ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ട് തന്നെ വായിക്കാൻ നമുക്ക് സംഗതി കിട്ടിക്കോളൂ. നിങ്ങളെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. ആ ചാപ്റ്ററിൻ്റെ ആ ഒരു ഓവറോൾ ഐഡിയ വെച്ചിട്ടും ഒരു ക്വസ്റ്റ്യന് നമുക്ക് ABC എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ സമ്മപ്പ് എന്താണ് അതിൽ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി ചെറിയൊരു ഐഡിയ വേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇറ്റ് വുഡ് ബി ഈസി. അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് നല്ല രീതിയിൽ വായിക്കുക, ചാപ്റ്റർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, കീവേഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, പിന്നെ പോയിന്റിന് മാത്രം ആൻസർ ചെയ്യുക. അതായത് ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ മാർക്സ് തന്നിട്ടുണ്ടാവും ബ്രാക്കറ്റിൽ. 1 മാർക്കിനാണെങ്കിൽ 1 പോയിന്റ്, 2 മാർക്കിനാണെങ്കിൽ 2 പോയിന്റ്, 3 മാർക്കിനാണെങ്കിൽ 3 to 4 പോയിന്റ്സ് മതി. ഓവറായിട്ട് പാരഗ്രാഫ് തന്നെ അതേപോലെ എഴുതാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ കീ ടേംസ് നിങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ടീച്ചറിനൊക്കെ കാണുമ്പോൾ അത് സർവീസ് സെക്ടറാണ്, ടെർഷറി സെക്ടറാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കീവേഡ്സ് ആഡ് ചെയ്യുക. ആൻഡ് ടൈം മാനേജ്മെൻറ്റൂടെ ശ്രദ്ധിച്ചാൽ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇഫ് ദിസ് വീഡിയോ ഹെൽപ്പ് യു, ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെഷൻ. സോ ദെൻ ബൈ, താങ്ക് യു.